US പ്രതിരോധ വകുപ്പിന്റെ മുൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഒരു വാചകം ഇപ്പോൾ സത്യത്തിൽ ഭയങ്കരമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ നടപടികളിൽ ഭയന്ന് വിറച്ച് കാലുകൾക്കിടയിൽ വാലും ചുരുട്ടി ഓടുന്ന നായയെ പോലെ വെടിനിർത്തലിലായി പാകിസ്ഥാൻ പരക്കം പായുകയായിരുന്നു എന്നാണ് പെന്റഗണിന്റെ മുൻ ഉദ്യോഗസ്ഥനായിട്ടുള്ള മൈക്കൽ റൂബിൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് ഭയങ്കരപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഇന്ത്യ പോലും പാകിസ്ഥാനെ കുറിച്ച് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. നമ്മളെപ്പോഴും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ത്യ ഗവൺമെന്റ് ആണെങ്കിലും അത്യാവശ്യം മാന്യമായിട്ടാണ്, ഏത് ഗവൺമെന്റ് ആയിരുന്നാലും മാന്യമായിട്ടാണ് പെരുമാറാറുള്ളത്, അല്ലെങ്കിൽ പ്രതികരണങ്ങൾ നടത്താറുള്ളത്. ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ കാണിക്കും. ഈ അമേരിക്കയുടെ പെന്റഗൺ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു സ്ഥാപനമാണ്. അമേരിക്കയുടെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന പ്രതിരോധം അല്ലെങ്കിൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഓഫീസാണ്. അതിലെ ഒരു ഉദ്യോഗസ്ഥൻ, പ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥനാണ് ഈ മൈക്കൽ റൂബിൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് പറഞ്ഞത് പാകിസ്ഥാൻ ഭയന്ന് വിറച്ച്, ഇന്ത്യയുടെ നടപടികളിൽ ഭയന്ന് വിറച്ച് കാലുകൾക്കിടയിൽ വാലും ചുരുട്ടി ഓടുന്ന നായയെ പോലെ വെടിനിർത്തലിനായിട്ട് പരക്കം പായുകയായിരുന്നു എന്ന്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്. അതായത് പാകിസ്ഥാന് ഒരിക്കലും തങ്ങളുടെ പരാജയം പരിതാപകരമായിരുന്നു എന്ന ആ പരമമായ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല എന്നും നയതന്ത്രപരമായും സൈനികപരമായും ഇന്ത്യ പൂർണ്ണ വിജയം പാകിസ്ഥാന് മേൽ നേടിയെന്നും പാകിസ്ഥാൻ ഭീകര പ്രവർത്തനത്തിന് നൽകി വരുന്ന സ്പോൺസർഷിപ്പിൽ ഇപ്പോൾ ലോകത്തിന്റെ പ്രത്യേക ശ്രദ്ധ എത്തിയതായിട്ടും അദ്ദേഹം ANIക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. തങ്ങൾ ഉദ്ദേശിച്ച സന്ദേശം പങ്കുവയ്ക്കാൻ മെയ് 7-ന് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾക്ക് പൂർണ്ണമായും സാധിച്ചുവെന്നും മൈക്കൽ റൂബിൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല, ഈ പാകിസ്ഥാൻ ഭീകരവാദികൾ മരണപ്പെട്ട് അതിനുശേഷം നടന്ന അവരുടെ മരണാനന്തര ചടങ്ങുകളുണ്ടല്ലോ, അതിൽ ഈ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ പങ്കെടുത്തതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഭീകരനായാലും ISI അംഗമായാലും പാകിസ്ഥാൻ സേനാംഗമായാലും തങ്ങൾക്ക് വ്യത്യാസമില്ല എന്ന യാഥാർത്ഥ്യമാണ് പാക് ഉദ്യോഗസ്ഥർ